അഞ്ചാം ക്ലാസ്സിലെ മാത്സിൻ്റെ ആനുവൽ എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളം മീഡിയക്കാർക്കും എല്ലാം ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തെല്ലാം ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളത്? ആക്ടിവിറ്റി 1, ഇൻ ദി ഫോളോയിങ് റെക്റ്റാങ്കിൾ സം സ്ക്വയേഴ്സ് ഓഫ് സൈഡ് 1 സെൻറ്റിമീറ്റർ ഈച്ച് ആർ അറേഞ്ച്ഡ്. ഇവിടെ താഴെ ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്, ഒരു ചതുരം തന്നിട്ടുണ്ട് അല്ലേ. ഇനി ആ ചതുരത്തിനുള്ളിലായിട്ട് എന്താ തന്നിട്ടുള്ളത്? ഓരോ വശവും ഓരോ സൈഡും എന്താ 1 സെൻറ്റിമീറ്റർ വരുന്ന സ്ക്വയർ ആണ്, സമചതുരങ്ങളാണ് അതിനുള്ളിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ കണ്ടല്ലോ ഈ ചിത്രം. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി സ്ക്വയേഴ്സ് വിത്ത് സൈഡ്സ് ഓഫ് 1 സെൻറ്റിമീറ്റർ ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻസൈഡ് ദിസ് ട്രയാങ്കിൾ. ഈ ചതുരത്തിനുള്ളിൽ ഇതുപോലെ 1 സെൻറ്റിമീറ്റർ വശമുള്ള ആകെ എത്ര സമചതുരങ്ങൾ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം? എത്ര സമചതുരങ്ങൾ അതിൽ നിരത്തി വെക്കാമെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ പിക്ചറിൽ തന്നെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എത്ര സ്ക്വയേഴ്സാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്യുമ്പോൾ താഴേക്ക് നമുക്ക് എത്ര സ്ക്വയേഴ്സ് വരുന്നുണ്ട്? 4 സ്ക്വയേഴ്സ് വരുന്നുണ്ട്. അതുപോലെ നിരയായിട്ട് എത്ര എണ്ണ വരുന്നത്? 5 സ്ക്വയേഴ്സും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ടോട്ടൽ എത്ര സമചതുരങ്ങൾ അതിനുള്ളിൽ വരും എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 4 × 5 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ 4 × 5 ചെയ്യുമ്പോൾ എത്ര ആൻസർ വരുന്നത്? യെസ്, 4 × 5 20 സ്ക്വയേഴ്സ് ആണ് ടോട്ടൽ വരുന്നത്. ദെൻ ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ, ഈ ചതുരത്തിൻ്റെ ഏരിയ എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ്. ഏരിയ എന്ന് വെച്ചാൽ എന്താ? പരപ്പളവ് അല്ലേ. പരപ്പളവ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഏരിയ കണ്ടുപിടിക്കുന്നത്? ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ നീളവും വീതിയും തമ്മിൽ ഗുണിച്ചാൽ മതി അല്ലേ. ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ നീളവും വീതിയും കണ്ടുപിടിക്കണം അല്ലേ. ഇവിടെ നീളവും വീതിയും കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. ആകെ നമുക്ക് തന്നിട്ടുള്ളത് സ്ക്വയറിൻ്റെ, ഈ ചതുരത്തിനുള്ളിലുള്ള ഓരോ സ്ക്വയറിൻ്റെയും ഓരോ സൈഡും 1 സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ നീളവും വീതി എത്ര വരിക? നീളം വരുന്നത് എവിടെയാ? ഈ സൈഡിലാണ് അല്ലേ. അപ്പോൾ ആ സൈഡിൽ ടോട്ടൽ എത്ര സ്ക്വയർ വരുന്നുണ്ട്? 4 സ്ക്വയറാണ് വരുന്നത്. അപ്പോൾ ഓരോ സ്ക്വയറിൻ്റെയും ഓരോ സൈഡ് 1 സെൻറ്റിമീറ്റർ ആകുമ്പോൾ ടോട്ടൽ എത്ര വരും? 4 സെൻറ്റിമീറ്റർ ആണ് നമുക്കിവിടെ ഈ സൈഡിലെ നീളം കിട്ടുക അല്ലേ. ദെൻ അതുപോലെ വീതി അല്ലെങ്കിൽ ബ്രെഡ്ത്ത് എത്രയാണ് വരുന്നത്? ബ്രെഡ്ത്ത് വരുന്നത് ഇവിടെ 5 സ്ക്വയറാണ് താഴെ വരുന്നത്. എല്ലാതും ഓരോ സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ എങ്ങനെയാ? 5 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് വീതി കിട്ടുക. ഓക്കെ, മനസ്സിലായല്ലോ. ദെൻ ഇനി നമുക്കിതിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാം അല്ലേ. നീളം ഇൻറ്റു വീതിയാണ് വരുന്നത്. അപ്പോൾ എത്രയാണ് വരിക? 4 × 5 20 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ആൻസർ വരുന്നത്. അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയറിനെ നമ്മൾ മലയാളത്തിൽ എങ്ങനെ എഴുതുക? ചതുരശ്ര സെൻറ്റിമീറ്റർ എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇങ്ങനെയുള്ള യൂണിറ്റുകൾ പോലും നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ മാറിപ്പോയാലും നിങ്ങളുടെ മാർക്ക് പോവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി സി ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ലെങ്ത്സ് ഓഫ് ദി സൈഡ്സ് ഓഫ് ദിസ് റെക്റ്റാങ്കിൾ? ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ, ഈ ഒരു ചതുരത്തിൻ്റെ ഓരോ സൈഡിൻ്റെയും ഓരോ വശങ്ങളുടെയും നീളം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. ഇവിടെ മുകളിൽ പരപ്പളവ് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ നീളവും വീതിയും കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ അത് തന്നെയാണ് വശങ്ങളുടെ അളവ് വരുന്നത്. അപ്പോൾ എത്രയാണ്? 4 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററുമാണ് വശങ്ങളുടെ അളവ്. ദെൻ ഡി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദി റെക്റ്റാങ്കിൾ? ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് വെച്ചാൽ ഈ ചതുരത്തിൻ്റെ ചുറ്റളവ് എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചുറ്റളവ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം അല്ലേ. നീളവും വീതിയും ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുക, രണ്ടും തമ്മിൽ കൂട്ടുക, എന്നിട്ട് അതിനെ 2 കൊണ്ട് ഗുണിക്കുക അല്ലേ. അപ്പോൾ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 2 × L + B. ചുറ്റളവ് സമം 2 × നീളം പ്ലസ് വീതി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? 2 × 4 + 5 ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ആദ്യം 4ഉം 5ഉം തമ്മിൽ നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ 4ഉം 5ഉം ആഡ് ചെയ്യുമ്പോൾ എത്രയാ? 9 കിട്ടും. അപ്പോൾ 9 × 2 ചെയ്യുമ്പോൾ എത്രയാ? 18 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഇവിടെ എന്താ, നമ്മൾ ഏരിയക്ക് നമ്മൾ സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് കൊടുത്തിട്ടുള്ളത്. പെരിമീറ്റർ ആകുമ്പോൾ, ചുറ്റളവാകുമ്പോൾ അതിൻ്റെ എന്താ വരുന്നത്? സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, മാറിപ്പോവരുത് കേട്ടോ. ഇനി ആക്ടിവിറ്റി 2, ഫൈൻഡ് ദ റിമൈൻഡർ വെൻ ദി നമ്പർ
3625 ഈസ് ഡിവൈഡഡ് ബൈ ദി നമ്പേഴ്സ് ഗിവൺ ബിലോ. ഇവിടെ എന്താ 3624 എന്ന് പറയുന്ന നമ്പറിനെ താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ, നമുക്ക് കിട്ടുന്ന എന്താ മിച്ചം എത്രയാന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 10? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, 10 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണ് മിച്ചം വരുന്നത്, എത്രയാണ് റിമൈൻഡർ ആയിട്ട് വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ 3624നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എത്രയാണ് മിച്ചം വരുന്നത് എന്ന് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. നമ്മൾ ഹരിച്ച് ക്രിയ ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് റിമൈൻഡർ കണ്ടുപിടിക്കാൻ, മിച്ചം കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ എങ്ങനെയാണ് 10 കൊണ്ടാണ് നമ്മളൊരു സംഖ്യയെ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റിമൈൻഡർ എത്രയായിരിക്കുമെന്നാ, അതിൽ ആ ഒരു സംഖ്യയിൽ വരുന്ന ലാസ്റ്റ് നമ്പർ ആയിരിക്കും അതിൻ്റെ റിമൈൻഡർ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. സോ എത്രയാണ് ഇവിടെ 3624നെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ അല്ലെങ്കിൽ മിച്ചം എന്ന് പറയുന്നത് ലാസ്റ്റ് നമ്പറാണ്. അപ്പോൾ ലാസ്റ്റ് നമ്പർ എത്രയാ? 4 ഇവിടെ വരുന്ന മിച്ചം. ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 5? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാ റിമൈൻഡർ വരിക എന്ന്, 5 കൊണ്ട് 5 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം എത്രയാണ് കിട്ടുന്നത് എന്നാണ്. അപ്പോൾ നോക്കാം അല്ലേ. ഇവിടെ നമുക്ക് ഹരിക്കാൻ തന്നിരിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് 3624. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ആ തന്നിരിക്കുന്ന സംഖ്യയുടെ ലാസ്റ്റ് നമ്പർ നോക്കുക. ലാസ്റ്റ് നമ്പർ എത്രയാ? 4 വരുന്നത് അല്ലേ. അപ്പോൾ 4 എന്ന് പറയുന്നത് 5നേക്കാളും ചെറുതാണെങ്കിൽ നമുക്ക് എന്താണ്, ആ സംഖ്യ തന്നെയാണ് ഇവിടെ റിമൈൻഡറായിട്ട് മിച്ചമായിട്ട് വരിക. അപ്പോൾ ഇവിടെ 4 എന്ന് പറയുന്നത് എന്താ, 5നേക്കാളും ചെറുതാണ്. അപ്പോൾ റിമൈൻഡർ എത്രയാ? ഇവിടെയും 4 വരുന്നത്. ദെൻ സി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 2? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും? 2 കൊണ്ട് ഹരിച്ചാൽ മിച്ചം എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എത്രയാണ് വരിക? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ലാസ്റ്റ് നമ്പറിനെ, ഈ തന്നിരിക്കുന്ന സംഖ്യയുടെ ലാസ്റ്റ് നമ്പറിനെ 2 കൊണ്ട് എന്താ നമുക്ക് മിച്ചമൊന്നും വരാതെ ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക അല്ലേ. അപ്പോൾ എത്രയാ? ഇവിടെ 4 തന്നിരിക്കുന്നത്. 4 എന്താ, ഇരട്ട സംഖ്യ തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം എന്താ, ഇരട്ട സംഖ്യ ആകുമ്പോൾ 2 കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അതിനെ ഹരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ എത്രയാ വരിക? 0 അപ്പോൾ റിമൈൻഡർ വരുന്നത് അല്ലേ. എന്താ, 2 കൊണ്ട് ഫുള്ളായിട്ട് ഹരിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അവിടെ എന്താ റിമൈൻഡർ ഒന്നും നമുക്ക് വരൂല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് 0 ഇവിടെ റിമൈൻഡർ. ഓക്കെ. ദെൻ ഡി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 4? ഇനി 4 കൊണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, 4 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ എത്രയാ മിച്ചം വരുന്നത് എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 4 കൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന ആ സംഖ്യയുടെ ലാസ്റ്റ് വരുന്ന 2 നമ്പർ എടുക്കുക. ഇവിടെ ലാസ്റ്റത്തെ 2 നമ്പർ എത്രയാ? 24 വരുന്നത് അല്ലേ. ആ 24നെ 4 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട്, കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുമോ നോക്കുക. അപ്പോൾ 24 എന്ന് പറയുന്നത് നമുക്ക് എന്താ, 4 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെയും റിമൈൻഡർ 0 വരുന്നത്. 24നെ നമുക്ക് എന്ത് ചെയ്യാം, 4 കൊണ്ട് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റൂലേ. 6 × 4 24 വരുന്നത്. അതുകൊണ്ട് എന്താ, കംപ്ലീറ്റ് ആയിട്ട് അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവിടെ മിച്ചം ഒന്നും വരുന്നില്ല. അതുകൊണ്ട് ഇവിടെയും മിച്ചം എത്രയാണ് വരുന്നത്? 0 കിട്ടുന്നത്. ഓക്കെ. ദെൻ ഈ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ ഡിവൈഡഡ് ബൈ 100? ഇനി 100 കൊണ്ട് 100 കൊണ്ട് ഹരിച്ചാൽ അപ്പോൾ എത്ര ആൻസർ വരിക? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിലെ റിമൈൻഡർ ആയിട്ട് കിട്ടുക ആ സംഖ്യയുടെ ലാസ്റ്റ് 2 നമ്പേഴ്സാണ്. അതുകൊണ്ട് തന്നെ എത്രയാ? 24 ഇവിടെ വരുന്ന റിമൈൻഡർ. അപ്പോൾ ഈ രീതിയിൽ ആൻസർ കണ്ടുപിടിക്കാൻ നിങ്ങൾ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി, പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ തന്നിരിക്കുന്ന സംഖ്യയെ ഈ ഓരോ നമ്പേഴ്സും കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഹരിച്ചിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ. ഇനി ആക്ടിവിറ്റി 3, ഡ്രോ എ റെക്ടാങ്കിൾ വിത്ത് ഏരിയ 12 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് പെരിമീറ്റർ 14 സെൻറ്റിമീറ്റേഴ്സ്. ഇവിടെ ഒരു റെക്ടാങ്കിൾ, ഒരു ചതുരം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ ചതുരത്തിൻ്റെ ഏതെല്ലാം അളവുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്? ഇവിടെ പരപ്പളവ് 12 ചതുരശ്ര സെൻറ്റിമീറ്ററും അതുപോലെ ചുറ്റളവ് 14 സെൻറ്റിമീറ്ററും ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അല്ലാതെ നീളവും വീതിയും നമുക്കിവിടെ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എന്താ, പരപ്പളവ് ഏരിയ എത്രയാണ്? 12 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. then അതുപോലെ പെരിമീറ്റർ ചുറ്റളവ് എത്രയാണ്? 14 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ
ഇതിൽ നിന്ന് നമുക്ക് നീളവും വീതിയും കണ്ടുപിടിക്കാം അല്ലേ? എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നമ്മൾ ആദ്യം പെരിമീറ്റർ എടുക്കുക. പെരിമീറ്റർ എത്രയാ? ചുറ്റളവ് എന്ന് പറയുന്നത് 14 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലേ? ചുറ്റളവ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം, നീളവും വീതിയും തമ്മിൽ കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഗുണിക്കുന്നതാണ് അല്ലേ? എന്ന് വെച്ചാൽ നീളത്തിൻ്റെയും വീതിൻ്റെയും ഇരട്ടിയാണ് നമുക്ക് എന്താണ് ഇവിടെ ചുറ്റളവായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 2 × L+B സമം എത്രയാ? 14 എന്ന് എഴുതാം അല്ലേ? സോ ഇവിടെ എന്താ എല്ലും ബിയും ലെങ്ത്തും ബ്രെഡ്ത്തും നീളവും വീതിയും നമുക്ക് കിട്ടിയിട്ടില്ല. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിതിൽ നിന്ന് L+B എങ്ങനെ കണ്ടുപിടിക്കാം? L+B = 14/2. ഇവിടെയുള്ള 2നെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകും അല്ലേ? അപ്പോൾ 14 ഹരിക്കണം 2 ആണ് വരുന്നത്. അപ്പോൾ എത്രയാണ് ആൻസർ വരിക? 7 ആണ് വരിക. അപ്പോൾ കിട്ടിയിരിക്കുന്ന 7 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് വരയ്ക്കാനുള്ള ആ ചതുരത്തിൻ്റെ വശങ്ങളുടെ തുകയാണ് 7 എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ L+B നീളം പ്ലസ് വീതിയാണ് 7. അപ്പോൾ നീളവും വീതിയും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം? 7 ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ സംഖ്യകൾ എടുത്ത് നോക്കാം? ഇവിടെ നമുക്ക് 4ഉം 3ഉം എടുത്ത് നോക്കാം അല്ലേ? 4 + 3 എത്രയാണ് വരുന്നത്? 7 ആണ് വരുന്നത് അല്ലേ? 2 വശങ്ങൾ കൂട്ടിയാൽ 7 ആണ് വരേണ്ടത്. ദെൻ അത് മാത്രം പോരാ, ഇവിടെ നമുക്ക് പരപ്പളവ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എന്താ ഏരിയ എന്ന് പറയുന്നത് 12 ആണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനും മാച്ചായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ 4 + 3 വരുമ്പോൾ 7 തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? ഇപ്പോൾ രണ്ടും കൂട്ടിയാൽ നീളവും വീതിയും കൂട്ടിയാൽ 7 കിട്ടുന്നുണ്ട്. അത് കറക്റ്റാണ്. പക്ഷേ ഇവിടെ പരപ്പളവും കൂടി നമുക്ക് തന്നിട്ടുണ്ട്. സോ പരപ്പളവ് എത്രയാണ്? പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് × ബ്രെഡ്ത്ത് ആണല്ലേ? നീളവും വീതിയും തമ്മിൽ ഗുണിച്ചാൽ നമുക്ക് 12 കൂടി കിട്ടണം. അപ്പോൾ 4 × 3 ഗുണിച്ചാൽ നമുക്ക് എത്രയാണ് കിട്ടുക? യെസ്, കറക്റ്റ് ആണ് അല്ലേ? 12 തന്നെ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് വരയ്ക്കാനുള്ള റെക്റ്റാങ്കിളിൻ്റെ സൈഡുകളുടെ അളവുകൾ വരുന്നത് അല്ലേ? അപ്പോൾ 4ഉം 3ഉമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വശങ്ങൾ സൈഡുകൾ എത്ര കിട്ടണം? 4ഉം 3ഉമായിട്ട് വരുന്ന രീതിയിലുള്ള ഒരു റെക്റ്റാങ്കിൾ വേണം നിങ്ങൾ വരയ്ക്കാനായി. ദെൻ റെക്റ്റാങ്കിൾ വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ ഈ അളവിൽ ഈ 4 സെൻറ്റിമീറ്ററും 3 സെൻറ്റിമീറ്ററും അളവിൽ കറക്റ്റായിട്ട് സെറ്റ് സ്ക്വയർ ഒക്കെ ഉപയോഗിച്ചിട്ട് വരയ്ക്കുക. ഇനി ആക്ടിവിറ്റി 4, if 125 × 8 = 1000, then what is 125 × 24? ഇവിടെ എന്താ 125 × 8 എന്ന് പറയുന്നത് 1000 ആണെങ്കിൽ 1000 ആണെങ്കിൽ 125 × 24 എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 125 × 24 എത്രയാണെന്ന് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? സോ നമുക്ക് ഇത് ക്രിയയായിട്ട് ചെയ്യുന്നതിന് പകരം എങ്ങനെ ചെയ്യാം? 125നെ 24ൻ്റെ ഘടകങ്ങളുമായിട്ട് ഗുണിക്കുക അല്ലേ? 4ൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്? യെസ്, 24നെ നമുക്കിവിടെ 8 × 3 എന്ന് എഴുതാം അല്ലേ? 8 × 3 24 ആണെന്ന് നമുക്കറിയാമല്ലോ. സോ അതുപോലെ എഴുതാം 125 × 8 × 3 എന്നല്ലേ? സോ ഇതിൽ നിന്ന് എങ്ങനെ ചെയ്യാം? ആദ്യം നമുക്ക് 125 × 8 ചെയ്യാം. 125 × 8 1000 ആണെന്ന് ഇവിടെ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. ദെൻ 1000 × ഇനി എത്ര ചെയ്യാം? ഇനി അവിടെ 3 ആണ് ബാക്കിയുള്ളത് അല്ലേ? അപ്പോൾ 1000 × 3 ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുക? 3000 ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ദെൻ നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ ആണ്. ഇഫ് 900 / 3 = 300, then what is 900 / 15? ഇതും അതുപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ? ഹരണമാണെന്നുള്ളൂ. എന്താണ് ഡിഫറൻസ്? ഇവിടെ 900നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാ? 300 ആണ്, 300 ആണ് കിട്ടുന്നത്. എന്നാൽ 900നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ് കിട്ടുക എന്നാണ് ചോദിക്കുന്നത്. ഇത് മുകളിൽ ചെയ്തിരിക്കുന്ന പോലെ തന്നെയാണ്. നമുക്ക് എന്താ 900 / 15 ആണ് തന്നിട്ടുള്ളത് അല്ലേ? 900നെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ 15ൻ്റെ ഘടകങ്ങൾ എഴുതാം. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 3ഉം 5ഉം ആണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? ദെൻ
ഇനി ക്രിയ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ ആദ്യം 900-നെ ഇതിൽ ഫസ്റ്റ് വരുന്ന ഘടകം കൊണ്ട് ഏതെങ്കിലും ഒരു ഘടകം കൊണ്ട് ഹരിക്കുക. ഇവിടെ 3 കൊണ്ടാണ് നമ്മൾ ആദ്യം ഹരിക്കുന്നത്. 900 ഡിവൈഡഡ് ബൈ 3. അപ്പോൾ എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുക? 300 ആൻസർ വരുന്നത് അല്ലേ? 300 ആണ് വരുന്നത്. ദെൻ എന്ത് ചെയ്യുക? ആ കിട്ടിയിട്ടുള്ള ആ ഒരു ആൻസറിനെ, ആ 300 എന്ന ആൻസറിനെ ഇനി അടുത്ത ഘടകം കൊണ്ട് നമുക്ക് 15ൻ്റെ ഘടകങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഏതൊക്കെയാണ്? 3ഉം 5ഉം ആയിരുന്നു. 3 കൊണ്ട് നമ്മൾ ആദ്യം ചെയ്തു. എന്നിട്ട് ആ കിട്ടിയിട്ടുള്ള ആൻസറിനെ നമ്മൾ ഇനി അടുത്ത ഘടകം കൊണ്ട്, അടുത്ത ഘടകം ഏതാ വരുന്നത്? 5 ആണ് അല്ലേ? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 300നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 60 നമുക്കിവിടെ ആൻസറായിട്ട് കിട്ടുന്നത്. ഈ രീതിയിലൊക്കെ ചെയ്യാൻ നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങളതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം എക്സാമിന് പോവാനായിട്ട്. ദെൻ സി ക്വസ്റ്റ്യൻ, 90 biscuits are to be distributed among 15 children. How many biscuits should be given to each child to ensure that the division is the same? എത്രയാ? 90 ബിസ്ക്കറ്റ് അല്ലേ? 90 ബിസ്ക്കറ്റ് 15 കുട്ടികൾക്ക് വീതിക്കണം. വീതം ഒരുപോലെയാകാൻ ഓരോരുത്തർക്കും എത്ര ബിസ്ക്കറ്റ് കൊടുക്കണം എന്നാണ് ചോദിക്കുന്നത്. എത്രയാ? 90 ബിസ്ക്കറ്റ് ഉണ്ട്, 15 കുട്ടികളുണ്ട് അല്ലേ? എല്ലാവർക്കും സെയിം ആയിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ എങ്ങനെയാണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുക? നമ്മൾ ഇങ്ങനത്തെ ക്രിയകളൊക്കെ ടെക്സ്റ്റിൽ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ 90 ഡിവൈഡഡ് ബൈ 15, 90നെ 15 കൊണ്ട് നമ്മൾ ഹരിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ ഹരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? മുകളിൽ ചെയ്തിരിക്കുന്ന പോലെ തന്നെ ചെയ്ത് നോക്കാം അല്ലേ? അപ്പോൾ എങ്ങനെയാ? 900 ഡിവൈഡഡ് ബൈ 15 എന്ന് പറയുമ്പോൾ 15നെ നമ്മൾ 15നെ നമുക്ക് ഘടകങ്ങളാക്കാം. എത്രയാണ് വരുന്നത്? 15ൻ്റെ ഘടകങ്ങൾ 3, 5 അല്ലേ? നമ്മൾ മുകളിൽ ചെയ്ത പോലെ തന്നെ ആദ്യം നമ്മൾ 90നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 30 ആൻസർ കിട്ടുക. then ആ കിട്ടിയിരിക്കുന്ന ആൻസറിനെ വീണ്ടും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര ആൻസർ കിട്ടും? 6 കിട്ടും അല്ലേ? അപ്പോൾ 6 ഇവിടെ വരുന്ന എന്താ? ബിസ്ക്കറ്റ്, ഒരു കുട്ടിക്ക് കിട്ടുന്ന ബിസ്ക്കറ്റിൻ്റെ എണ്ണം വരുന്നത്. ഇനി ആക്ടിവിറ്റി 5, ഇഫ് ദ ലെങ്ത് ഓഫ് എ ഡെസ്ക് ഈസ് 1 meter and 90 centimeters, റൈറ്റ് ദ ലെങ്ത് ഓഫ് ദ ഡെസ്ക് ആസ് എ ഫ്രാക്ഷൻ. എന്താ പറയുന്നത്? ഒരു ഡെസ്കിൻ്റെ നീളം എന്ന് പറയുന്നത് 1 മീറ്ററും 90 സെൻറ്റിമീറ്ററും ആണ് എങ്കിൽ ഡെസ്കിൻ്റെ നീളം ഭിന്നസംഖ്യാ രൂപത്തിൽ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1 മീറ്ററും 90 സെൻറ്റിമീറ്ററും ആണ് അല്ലേ ഡെസ്കിൻ്റെ നീളം വരുന്നത്. അപ്പോൾ 1 മീറ്ററിന് നമ്മൾ എങ്ങനെ എഴുതാം? 1 എന്ന് തന്നെ എഴുതാം. ദെൻ 90 സെൻറ്റിമീറ്റർ എന്നതിനെ എങ്ങനെ എഴുതാം? സെൻറ്റിമീറ്ററിനെ നമ്മൾ ഫ്രാക്ഷൻ ആക്കിയിട്ട് എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? നമ്മൾ പഠിച്ചതാണ് അല്ലേ? 90/100 ആണ് വരിക. ദെൻ ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ലെങ്ത് ഓഫ് ദ ഡെസ്ക് ഇൻ മീറ്റേഴ്സ്. ഇനി നിങ്ങളോട് ഈ ഡെസ്കിൻ്റെ നീളം മീറ്റർ അളവിലാക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ മുകളിൽ തന്നത് 1 മീറ്റർ ആൻഡ് 90 സെൻറ്റിമീറ്റർ എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ? ദെൻ അതിനെ ഒന്നിച്ച് മീറ്റർ ആക്കിയിട്ട് മാത്രം എഴുതുമ്പോൾ എങ്ങനെ നമ്മൾ എഴുതും? 1.90 മീറ്റർ എന്നാണ് നമ്മൾ എഴുതുന്നത്. 1.90 meter. Okay. Then C question, write the length of the desk in centimeters. ഇനി നിങ്ങളോട് ഈ ഡെസ്കിൻ്റെ നീളം സെൻറ്റിമീറ്ററിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സെൻറ്റിമീറ്ററിൽ എഴുതുമ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന 1 മീറ്ററിനെ നമ്മൾ സെൻറ്റിമീറ്റർ ആക്കണം അല്ലേ? അപ്പോൾ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്ററാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്? 1 മീറ്റർ സമം എത്രയാ? 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 1 മീറ്ററിനെ നമ്മൾ 100 സെൻറ്റിമീറ്റർ ആക്കിയിട്ട് എഴുതുക അല്ലേ? 100 സെൻറ്റിമീറ്ററും 90 സെൻറ്റിമീറ്ററും കൂടിയാൽ എത്രയാണ് ആൻസർ നമ്മൾ എഴുതുക? യെസ്, 190 സെൻറ്റിമീറ്റർ എന്നാണ് ഇതിനെ എഴുതേണ്ടത്. ഓക്കെ, ക്ലിയർ? ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ടെക്സ്റ്റിൽ നമ്മൾ ഡീറ്റെയിൽ ആയി പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇനി ആക്ടിവിറ്റി 6, സം നമ്പേഴ്സ് ആർ മിസ്സിംഗ് ഇൻ ദ ലൈൻസ് വേർ ദ ഫാക്ടേഴ്സ് ഓഫ് ദി നമ്പേഴ്സ് റിട്ടൺ. ഫിൽ ഇൻ ദ മിസ്സിംഗ് പാർട്സ്. ഇവിടെ ചുവടെ കൊടുത്തിരിക്കുന്ന സംഖ്യകളുടെ ഫാക്ടേഴ്സ് അല്ലേ, അവയുടെ ഘടകങ്ങൾ എഴുതിയിരിക്കുന്ന വരികളിൽ ചില ലെറ്റേഴ്സ്, ചില നമ്പേഴ്സൊക്കെ എന്താണ്? മിസ്സിംഗ് ആണ്. ആ മിസ്സിംഗ് നമ്പേഴ്സ്, ആ മിസ്സിംഗ് ആയിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങളോട് പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതാണ്? ഫസ്റ്റ് തന്നിരിക്കുന്നത് 420 ആണ് അല്ലേ? 420 ആണ്. 420ൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് ഏതൊക്കെയാണ് എഴുതിയിട്ടുള്ളത്? 7 × 60 ആണ് അല്ലേ? 7 × 60. ദെൻ അതിനെ പിന്നെയും ഘടകങ്ങളാക്കുമ്പോൾ എങ്ങനെ കിട്ടും? 7, 7 അതുപോലെ തന്നെ എഴുതാം. ദെൻ നെക്സ്റ്റ് 60ന് നമുക്ക് 6 × എത്ര എഴുതാം? 6 × 10 എന്ന് എഴുതാം അല്ലേ? ദെൻ അതിനെ വീണ്ടും ഘടകങ്ങളാക്കുമ്പോൾ നമുക്ക്
7 ഇൻറ്റു 7 ഇൻറ്റു ദെൻ 6നെ 6നെ നമുക്ക് എന്താക്കാം 2 ഇൻറ്റു 3 എന്ന് കൊടുക്കാം അല്ലേ. ദെൻ 10നെ എങ്ങനെ എഴുതാം 2 ഇൻറ്റു 5 എന്നും എഴുതാം. ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ 420നെ നമ്മൾ ഫാക്ടേഴ്സ് ആക്കിയിട്ട് ഘടകങ്ങളാക്കി എഴുതിയത് എങ്ങനെയാണ് 7 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 5. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ 105 ആണ് അല്ലേ. 105നെ എങ്ങനെ എഴുതിയിട്ടുണ്ട് 5 ഇൻറ്റു 21 ആക്കിയിട്ടുണ്ട് അല്ലേ. ദെൻ അതിനെ ഇനി നമുക്ക് എങ്ങനെ ചെറുതാക്കാം 5 ഇൻറ്റു 21നെ നമുക്ക് 3 ഇൻറ്റു 7 എന്നാക്കിയിട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ 420ഉം 105ൻ്റെയും ഘടകങ്ങൾ എഴുതിയിട്ടുള്ളതാണ്. ദെൻ സി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് 420 ഡിവൈഡഡ് ബൈ 105? 420 ഡിവൈഡഡ് ബൈ 105 എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ എത്രയാണ് നമ്മൾ ഇവിടെ ഈ മുകളിൽ 420നെയും 105നെയും ഘടകങ്ങളാക്കി എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ 420 ബൈ 105നെ അതിൻ്റെ ഘടകങ്ങളാക്കിയിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം 7 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 3 ഇൻറ്റു 7 എന്ന് എഴുതാം അല്ലേ. ഓക്കെ, ദെൻ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ രണ്ടിലും പൊതുവായിട്ട് വരുന്ന ഫാക്ടേഴ്സിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം അല്ലേ. അപ്പോൾ ഏതൊക്കെ പോവും 7നെ നമുക്ക് കട്ട് ചെയ്യാം, അതുപോലെ 3നെ നമുക്ക് കട്ട് ചെയ്യാം, ദെൻ 5നെ അതുപോലെ കട്ട് ചെയ്യാം അല്ലേ. ദെൻ ലാസ്റ്റ് ഏതൊക്കെയാണ് ബാക്കി വരുന്നത് 2 മാത്രമാണ് അല്ലേ. അപ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ വരിക 2 ഇൻറ്റു 2. അപ്പോൾ എത്രയാണ് 4 ആണ് ആൻസർ വരുന്നത് അല്ലേ. 2 മാത്രമാണ് ബാലൻസ് ഉള്ളത്. അപ്പോൾ 2 ഇൻറ്റു 2 4 ആണ് ആൻസർ വരുന്നത്. ഇനി ആക്ടിവിറ്റി 7, ദി ഗ്രാഫ് ബിലോ ഷോസ് ദ യൂണിറ്റ്സ് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ബൈ എ ഹൗസ് ഹോൾഡ് ഓവർ എ 6 month പീരിയഡ്. ഒരു വീട്ടിൽ 6 മാസ കാലയളവിൽ ഉപയോഗിച്ച ഇലക്ട്രിസിറ്റിയുടെ വൈദ്യുതിയുടെ അളവാണ് ഇവിടെ താഴെ തന്നിരിക്കുന്ന ഈ ഒരു ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത് അല്ലേ. ഇനി ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് താഴെ തന്നിട്ടുള്ളത്, അതിന് ആൻസേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. സോ എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് മന്ത് വാസ് ദ മാക്സിമം ഇലക്ട്രിസിറ്റി യൂസ്ഡ്? ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി വൈദ്യുതി ഉപയോഗിച്ച മാസം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ് ഈ ഗ്രാഫ് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അല്ലേ. ഏതാ വരുന്നത്? യെസ്, ഏപ്രിലാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഏപ്രിലാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടുള്ളത്. ബി ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് മന്ത് വാസ് ഇറ്റ് ദ മിനിമം? ഇനി ഏത് മാസമാണ് ഏറ്റവും ഏറ്റവും കുറവ് വൈദ്യുതി ഉപയോഗിച്ചിട്ടുള്ളത്? ഏതാ വരുന്നത്? ഏറ്റവും താഴെ നിൽക്കുന്നത് ഏതാ നോക്കിയാൽ മതി അല്ലേ. ഏതാണ് വരുന്നത്? ജൂൺ ആണ് ഏറ്റവും മിനിമം യൂസ് ചെയ്തിട്ടുള്ള മാസം വരുന്നത്. ഇനി സി ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് മന്ത്സ് ഡിഡ് ദ സെയിം എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഗെറ്റ് യൂസ്ഡ്? ഏതൊക്കെ മാസങ്ങളിലാണ് സെയിം അളവിൽ തുല്യ യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇവിടെ ഈ ഗ്രാഫിൽ സെയിം ആയിട്ട് നിൽക്കുന്ന 2 വരുന്നുണ്ട് അല്ലേ. 2 മാസങ്ങളുണ്ട്. അതേതാ നോക്കാം. ഏതൊക്കെയാണ്? മാർച്ചും മെയ്യും അല്ലേ. അത് രണ്ടും എത്രയാ 200 യൂണിറ്റിലാണ് നിൽക്കുന്നത്. ദെൻ ഡി ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ ഫെബ്രുവരി? ഇനി ഫെബ്രുവരിയിൽ യൂസ് ചെയ്തിട്ടുള്ള വൈദ്യുതിയുടെ അളവാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ് ആ ഫെബ്രുവരിയുടെ നേരെ ആ ലൈനിൻ്റെ നേരെയുള്ള നമ്പർ നോക്കിയാൽ മതി അല്ലേ. എത്രയാ സംഖ്യ വരുന്നത്? 150 ആണ് അല്ലേ. 150 ആണ് ആൻസർ വരുന്നത്. ദെൻ ഈ ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ ഡിഫറൻസ് ഇൻ ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ ജനുവരി ആൻഡ് ജൂൺ? എന്താ ജനുവരിയിലും ജൂണിലും ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റിയുടെ വൈദ്യുതിയുടെ അളവിലെ വ്യത്യാസം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? ജനുവരിയിലെ ജനുവരിയിൽ എത്രയാ? ജനുവരിയിൽ 100 ആണ്, 100 യൂണിറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ജൂണിൽ എത്രയാ വരുന്നത്? 50 യൂണിറ്റ് അല്ലേ. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എങ്ങനെയാ? 100 മൈനസ് 50, 100ൽ നിന്ന് 50 കുറച്ചാൽ മതി. അപ്പോൾ എത്രയാ വരിക? 50 യൂണിറ്റ് അല്ലേ. 50 യൂണിറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്.